السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണരായ പണ്ഡിത മഹത്തുക്കൾ, പ്രാസ്ഥാനിക നായകർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക നായകർ, സഹൃദയരായ സഹോദരങ്ങൾ, കള്ളകഷ്ണങ്ങളായ CG സെൻട്രൽ ഗാർഡ് അംഗങ്ങൾ, മറ്റ് അൽഹംദുലില്ലാ, തൃശ്ശൂരിനെ ശുഭ്രതീരമാക്കിയ ശുഭരാത്രിയാണിന്ന്. എല്ലാ തൃശ്ശൂർ ജില്ലാ പ്രാസ്ഥാനിക കുടുംബത്തിനും എല്ലാ സന്തോഷങ്ങളും നേരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് 94 വയസ്സ് സമസ്തയുടെ വയസ്സിനോടും അടുത്ത് ലോകത്ത് തുല്യതയില്ലാത്ത പണ്ഡിത മഹൽ വ്യക്തിത്വം, ജീവിതമാസകലം മനുഷ്യർക്കൊപ്പമെന്ന് പ്രവൃത്തി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. സ്റ്റേജിനോട് തൊട്ടുചേർന്ന് അല്പം വിശ്രമിക്കുന്നു. മനുഷ്യർക്കൊപ്പമാവണമെങ്കിൽ സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശ്ശൂരിൽ മഹാനായ ഷെയ്ഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രഭാഷണം ആ മത്തിന് വിദ്യാസമ്പന്നരാവണം. വിദ്യ കൈമാറുന്ന രംഗത്ത് പല മാറ്റങ്ങളും അനിവാര്യമാണെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയത്, നമ്മുടെ ജിഹ സിറാജ് എഡിറ്റോറിയൽ വിശദീകരിച്ചത് വളരെ സ്വാഗതാർഹമാണ്. കാര്യമായും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന സീറ്റ് അറേഞ്ച്മെൻറ്റ് മാറ്റുകയാണ്. എന്നിട്ട് അത് ബാക്ക് ബെഞ്ച്, പിൻ ബെഞ്ച് ഇതെല്ലാം ഒഴിവാക്കി ഷേപ്പ് ആക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടത്. ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന കാനഡ, ഫിൻലാൻഡ്, സിംഗപ്പൂർ പോലുള്ള വികസിത രാജ്യങ്ങൾ മുന്നേ നടപ്പിൽ വരുത്തി വിജയിച്ചു കണ്ടു. ഇവിടെ എനിക്ക് ഓർമ്മ വന്നത് എന്തൊരാകർഷണീയ ശൈലി. പലപ്പോഴും നമ്മുടെ സീറ്റ് അറേഞ്ച്മെൻ്റ് അനുസരിച്ച് 1, 2, 3, 4, 5 ബെഞ്ചുകളിലായി 40, 50, 60 കുട്ടികളാണ് പലപ്പോഴും +1, +2 മലപ്പുറം ജില്ലയിലൊക്കെ ഇരിക്കാറുള്ളത്. 1-ാം ബെഞ്ചിലുള്ളവർ അധ്യാപകരെ സശ്രദ്ധം വീക്ഷിക്കാൻ കഴിയും. അധ്യാപകന്മാർക്ക് കുട്ടികളെ നന്നായി ശ്രദ്ധിക്കാൻ കഴിയും. എന്നാൽ ലാസ്റ്റ് ബെഞ്ചിലുള്ള കുട്ടികൾ അധ്യാപകരെ നന്നായി കണ്ടുകൊള്ളണമെന്നില്ല. അധ്യാപകന്മാർക്ക് അസൈൻമെൻറ്റുകൾ നോക്കുക എന്ന് മാത്രമല്ല
അവരെ ശ്രദ്ധയും അവിടെ പഠനവും തീരെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും പറയാറുള്ളത് ബാക്ക് ബെഞ്ചിലെ കുട്ടികൾ ഗുണ്ടകളായി മാറുന്നു, അക്രമികളായി മാറുന്നു എന്നാണ്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ്റ് അറേഞ്ച്മെൻ്റാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഹൽഖത്തുൽ ഇൽം റൗണ്ട് ആകൃതിയിലാണ്. ആ റൗണ്ട് ആകൃതിയുടെ പ്രത്യേകത എന്താണ്? മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൽ ഹൽഖത്തു ലാ തുൽഹിറു മുഖദ്ദമൻ ബാരിസൻ വ മുതഅഖിറൻ മുഹ്തഖറ. മുമ്പ് ഒരു മാതാവിനോട് 10 മക്കളുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ആ മാതാവ് പറയുന്നത് കൽ ഹൽഖത്തിൽ മസൂഖ, സ്ത്രീകളുടെ കൈതിൽ ധരിക്കുന്ന സ്വർണവള. അതിന് തുടക്കം പറയാൻ കഴിയില്ല, ഒടുക്കം പറയാൻ കഴിയില്ല എന്ന പോലെ റൗണ്ട് ശിഷ്ടമാണെങ്കിൽ നമ്മുടെ പഴയകാലത്തെ ഹൽക്കകളെന്ന് ദിക്റിൻ്റെ ഹൽക്ക, ഇൽമിൻ്റെ ഹൽക്ക എന്ന് പറയുമ്പോൾ അവിടെ ഒരാളും വലിയവനാകുന്നില്ല, ഒരാളും ചെറിയവനാകുന്നില്ല. ഒരു കാര്യം കൂടി ഓർക്കണം, ഭാഷ, വർണ്ണ, വർഗ നിറവേചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത സദസ്സിൽ ആദ്യമായി വരുന്നത് കറുത്തവരിൽ കറുത്തവരായ നീഗ്രോ വർഗക്കാരനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ഒന്നാം സ്ഥാനം തൊട്ടടുത്ത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. യൂറോപ്യനിൽപ്പെട്ട വെളുത്ത സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് അവസാനം വരുന്നതെങ്കിൽ സദസ്സിൻ്റെ ലാസ്റ്റിലാണ് ഇരിക്കേണ്ടത്. അങ്ങനൊരു സംവിധാനം കൊണ്ടുവന്നാൽ ഒരിക്കലും ഒരാളും പിന്നിലാവുകയില്ല, ഒരാളെ മുന്നിലാക്കലില്ല, ഒരു വിവേചനമില്ല, ഒരാളും ശ്രദ്ധ കിട്ടാതിരിക്കുകയില്ല. ഞാൻ ഒന്നുകൂടി ഓർക്കുകയാണ്, 1983 മലപ്പുറത്ത് നടന്ന സമസ്ത സമ്മേളനത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. ലോകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം വിദ്യാഭ്യാസ മെത്തേഡ് ഈ വിരിതൻ സന്ദർശിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും വിശ്വോത്തര QS റാങ്കിങ് സിസ്റ്റത്തിൽ വേൾഡ് റാങ്കിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അങ്ങനെ തുടങ്ങിയ പല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ദറസോളം സുശക്തമായ മറ്റൊരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ദറസ് മെത്തേഡനുസരിച്ച്, സീറ്റ് അറേഞ്ച്മെൻറ്റ് ശൈലി അനുസരിച്ച് ഒരു ഉസ്താദിൻ്റെ ചുറ്റും വട്ടമിട്ടിരിക്കുന്ന 8-10 കുട്ടികൾ, ആ കുട്ടികളിൽ ഓരോ കുട്ടികളിലും കല്ലിൽ കൊത്തിവെക്കുന്ന പോലെ ഉസ്താദ് ഒന്നൊന്നായി കൊത്തിവെക്കുന്നു. ഉസ്താദിനെ പൂർണ്ണമായും കുട്ടികൾ അനുധാവനം ചെയ്യുന്നു. കുട്ടികളുടെ മൈനസുകളും വീക്ക്നെസ്സുകളും ഉസ്താദ് സശ്രദ്ധം വീക്ഷിക്കുന്നു, അത് തന്ത്രപൂർവം തിരുത്തുന്നു. ഉസ്താദും ശിഷ്യരും ഒരേ സ്ഥലത്ത് 24 അവറും 24 മണിക്കൂറും ജീവിക്കുന്നു. ഉസ്താദിൻ്റെ ജീവിതം മാതൃകയാക്കുന്നു. ഇന്ന് ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മക്കാന്തപുരം ഉസ്താദിൻ്റെ വന്യരായ ഗുരു ബഹ്റുൽ ഉലൂം ഷെയ്ഖുൽ മശാരിഖ് വൽ മഗാരിബ് അഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുനാ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, താജുൽ മുഹഖിഖീൻ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് പോലുള്ള 10,000 ലക്ഷക്കണക്കിന് പണ്ഡിത പരമ്പരയുടെ
ഗുരുസാഗരമാണ്. മഹാനവകളുടെ ശിഷ്ടത്തിൽ ശൈലിയിൽ കുട്ടികളടിക്കാറില്ല, കുട്ടികളെ ശകാരിക്കാറില്ല, കുട്ടികളെ ഉപദേശിക്കാറില്ല. ഉപദേശമെന്നത് ഇന്ന് കുട്ടികൾക്ക് കുസൃതി ചോദ്യത്തിൽ ഏറ്റവും വെറുപ്പുള്ള പ്രദേശമേതെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയുക ഉപദേശമെന്നായിരിക്കും. ഉപദേശന്മാരും ഇഷ്ടപ്പെടുന്നില്ല. അതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം ആദാത്ത്, ഖുദ്വത്ത് അഥവാ ബഹ്റുൽ ഉലൂമിൻ്റെ ജീവിതചര്യ. അത് സുൽത്താൻ ഉലമയും റയീസുൽ ഉലമയും താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദും ഈ പ്രാസ്ഥാനിക നേതൃത്വം കണ്ടുപിടിച്ചു, അനുധാവനം ചെയ്തു. ഈ സിസ്റ്റമാണ്, മെത്തേഡാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത്. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാറ്റിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ലോകത്തെല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാറ്റിലും ഭരണമെങ്ങനെ, സൈന്യാധിപനെങ്ങനെ, ഒരു ഭർത്താവ് എങ്ങനെ, കുടുംബമെങ്ങനെ, എല്ലാ വിഷയത്തിലും എന്തിനേറെ ജനിച്ചാൽ എവിടെയാണ് വളരേണ്ടത്, എവിടെ നിന്നാണ് വളരാൻ തിരഞ്ഞെടുക്കേണ്ടത്, വിദ്യാഭ്യാസ ശിഷ്ടങ്ങൾ എന്ത്, എല്ലാറ്റിലും മാതൃകയുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ആമിന ബീവി പ്രസവിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടാൻ തെരഞ്ഞെടുത്തത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയായിരുന്നു. എന്തിനാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയെ തിരഞ്ഞെടുത്തത്? 9 കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. ഏതൊരു രക്ഷിതാവിനും തൻ്റെ മക്കളിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന, രക്ഷിതാവും ആഗ്രഹിക്കുന്ന, മാതാവും പിതാവും ആഗ്രഹിക്കുന്ന 9 കാര്യങ്ങളാണ്. സംശുദ്ധ ഭാഷ, നല്ല സ്വഭാവം, നല്ല ക്ലൈമറ്റ്, പ്യൂർ വാട്ടർ, രോഗങ്ങളില്ലാതിരിക്കുക, കൂർമ്മ ബുദ്ധി, മാന്യമായ പെരുമാറ്റം, ആകർഷണീയ ശൈലി, വൃത്തികേടുകളിൽ നിന്ന് ദുസ്വഭാവങ്ങൾ മാറി നിൽക്കുക. ഈ 9 ഗുണങ്ങൾ ഒത്ത ഗുണമായിരുന്നു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ഗോത്രം ബനൂ സഅദ്. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് അല്ലെങ്കിൽ കൊല്ലത്തേക്ക് 185 കിലോമീറ്റർ അകലമുള്ളൊരു പ്രദേശത്തേക്ക് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും, കമ്മ്യൂണിക്കേഷൻ സെക്കൻഡുകളെ വെച്ച് കൊണ്ട് നടക്കും. എല്ലാ ട്രാൻസ്പോർട്ടേഷൻ വളരെ വേഗത്തിലാണ്. ഒരു മകൾക്ക് അന്വേഷണം വന്നാൽ അവിടത്തേക്ക് എത്തുക പ്രയാസമാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രസവിച്ച് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ നാട്ടിലേക്ക് ഏകദേശം 185 കിലോമീറ്റർ ഉണ്ട്. എന്നതിലേറെ ഇന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വയനാട് ചുരത്തേക്കാൾ ദുർഘടമായ ചുരം റോഡുകളാണ്, തിരിവ് വളവ് ധാരാളമുള്ള റോഡുകളാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൗകര്യങ്ങളൊന്നും വന്നില്ല. 75 വർഷം മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വാർത്ത നമ്മുടെ അയൽപ്രദേശമാകുന്ന ലക്ഷദ്വീപിൽ അറിയാൻ 6 മാസം വന്നിരുന്നു എന്ന് ഇവിടുത്തെ മീഡിയകൾ എഡിറ്റോറിയൽ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തിനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് അങ്ങകലെ കിടക്കുന്ന ബനീ സഅദിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അന അഫ്സഹുൽ അറബ് ലിഅന്നി ഇസ്തർളഅതു മിൻ ബനീ സഅദ്. ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാഹിത്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹൽ വചനങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല,
പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല പഠനം. നമ്മുടെ കുട്ടികളുടെ കവിയായിരുന്ന കുഞ്ഞുണ്ണി മാഷ് പാടിയത് ഞാൻ ഓർക്കുന്നു. ജനിക്കും നിമിഷൻ തട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി. ഇവിടെ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ SLC +1 അങ്ങനെ ഡിഗ്രി PG, ഇവിടെ PhD എടുത്താലും ഇംഗ്ലണ്ടിൽ ജനിച്ച കുട്ടിയുടെ ഇംഗ്ലീഷ് ആ ഫ്ലുവൻസി കിട്ടുകയില്ല. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൻ അഫ്സഹുൽ അറബ്. പള്ളിക്കൂടത്തിൻ്റെ ആദ്യ പാഠം പോലും കണ്ടിട്ടില്ലാത്ത പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സംശുദ്ധമായ അറബി സാഹിത്യത്തിൻ്റെ ഉടമയാണ് എന്ന് സയൻറ്റിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കാൻ 1000 ന്യൂനതകൾ, കുറവുകൾ പുറത്തുവിടുന്നു. അതിനെല്ലാം ഞങ്ങൾ പണ്ഡിതന്മാർ മറുപടി പറയുന്നു. പക്ഷേ ഇന്ന് വരെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10,000-കണക്കിന് ഹദീസുകൾ ഇന്നും ലോകത്ത് ലഭ്യമാണ്. അതിൽ ഏതെങ്കിലും ഒന്നിൽ അത് സാഹിത്യത്തിന് വിരുദ്ധമാണ്. അതിൽ ഭാഷാ തെറ്റുണ്ടെന്ന് പറയാൻ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അഫ്സഹുൽ അറബ് ബനു സഅദ് ഗോത്രത്തിലാണ് ഞാൻ മുല കുടിച്ചത്, അവിടെ നിന്നാണ് ഞാൻ ഭാഷ പഠിച്ചത്. വജ്വദുഹും ഖുലുഖൻ, അവിടെയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ. സ്വഭാവങ്ങൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് പ്രാക്ടിക്കലൈസ് ചെയ്യുകയാണ് വേണ്ടത്. മാത്രമല്ല വസഹുഹും ഹവാഅൻ, ഏറ്റവും നല്ല ക്ലൈമറ്റാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. പലപ്പോഴും നമ്മുടെയൊക്കെ ക്ലൈമറ്റുകൾ പൊല്യൂഷൻ നിറഞ്ഞ വിഷാംശങ്ങൾ കലർന്ന ക്ലൈമറ്റുകളാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബനു സഅദ് ഗോത്രത്തിൻ്റെ ക്ലൈമറ്റ് എത്രമാത്രം എല്ലാ പ്രതിരോധശേഷിയും നിറഞ്ഞ, വിറ്റാമിൻ D നിറഞ്ഞ എല്ലാം നല്ല ക്ലൈമറ്റ്. മാത്രമല്ല വാതിയബുഹും മാഅൻ, അവിടുത്തെ വെള്ളം ഏറ്റവും സംശുദ്ധമായ വെള്ളം. ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും നല്ല വെള്ളം, ഏറ്റവും നല്ല ഭക്ഷണം. അമേരിക്കൻ പ്രസിഡന്റ് കുടിക്കുന്ന വെള്ളം ഫിജി വെള്ളമാണെന്ന് കേട്ടിട്ടുണ്ട്. അമേരിക്ക എവിടെ കിടക്കുന്നു? ഫിജി എവിടെ കിടക്കുന്നു? ആദ്യമായിട്ട് സൂര്യോദയം ബോധ്യപ്പെടുന്ന സ്ഥലമാണ് ഫിജി. അവിടെയാണ് ഫിജി വാട്ടർ. ഏറ്റവും അവസാനമായി സൂര്യാസ്തമയം ബോധ്യപ്പെടുന്ന പ്രദേശമാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ. എന്നാൽ ആ ഫിജി വാട്ടർ ഏറ്റവും ഔഷധ വീര്യം നിറഞ്ഞതാണ്. എന്നാൽ ഫിജി വാട്ടറിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അമൂല്യമായ വെള്ളമാണ് ബനു സഅദിലെ വെള്ളം. വഅബ്അദുഹും മിനൽ അദ്വാ, അവിടെ രോഗങ്ങൾ വരാറില്ല, അവർക്ക് മരുന്ന് കഴിക്കേണ്ടി വരാറില്ല. വസ്ഫാഹും ഉഖൂല, അവർ നല്ല ബുദ്ധിശാലികളാണ്. വഅക്രമും നുഫൂസ, നല്ല മാന്യന്മാരാണ്. വസ്തഖും ഹദീസ, ചെറുപ്പത്തിലെ സത്യം മാത്രമേ പറയുന്ന സ്വഭാവം അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഹളാറത്ത് സാംസ്കാരിക കേന്ദ്രങ്ങളിൽ മക്ക അക്കാലത്തെ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും പല സംസ്കാര സമ്പന്നരും ശൂന്യരും വന്ന് ഭാഷകൾ മാറി. 1970 മുമ്പുള്ള കേരളമല്ല, 70 ശേഷമുള്ള കേരളം. അന്ന് കേരളത്തിൻ്റെതായ ഡ്രസ് ശൈലി ഉണ്ടായിരുന്നു, ഭക്ഷണശൈലി ഉണ്ടായിരുന്നു. വിദേശത്തെത്തലോടുകൂടെ അവിടുത്തെ പുതിയ പുതിയ ഭക്ഷണശീലങ്ങൾ ഇവിടെ എത്തി. ഇന്ന് നമ്മുടെ പഴമയും തനിമയും നഷ്ടപ്പെട്ട് അത് ലോകത്തിൻ്റെ ക്ലൈമറ്റുകൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകൾ, അവരെ കൾച്ചറൽ എക്സ്ചേഞ്ച് വരും. അപ്പം മക്കയെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്തെ പല ഭാഗങ്ങളിൽ നിന്നും വരുമ്പോൾ അവരുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇതൊന്നുമില്ലാത്തൊരു പ്രദേശം. ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കുട്ടിയുടെ വളർച്ച ആധുനിക ശാസ്ത്രം 1936 രൂപപ്പെടുത്തിയതനുസരിച്ച് പല ഘട്ടങ്ങളായി കാണാം. ആ ഘട്ടങ്ങൾ, ആദ്യത്തെ ഘട്ടമാണ് ശൈശവം. അത് ജന്മം തൊട്ട് 4 വയസ്സ് വരെയുള്ള സമയങ്ങൾ. ഈ സമയങ്ങളാണ് എല്ലിൻ്റെ ശക്തി, പല്ലിൻ്റെ കരുത്ത്, അതുപോലെ തലച്ചോറിൻ്റെ വളർച്ചയുടെ 90%, അതുപോലെ തന്നെ അനുകരണ വാസന,
ഇതെല്ലാം ആദ്യ 4 വർഷങ്ങളിലാണ്. ഈ 4 വർഷങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ സഅദ് ഗോത്രത്തിലാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാല്യം, അത് 12 വയസ്സ് വരെ. ഈ 12 വയസ്സിൻ്റെ മുമ്പ് കുട്ടികളുടെ ശൈലി എന്തും അനുകരണം ചെയ്യുക, അനുകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ സ്പോഞ്ച് പോലെ നമുക്ക് പറയാം. ഇവിടെ അല്പം വെള്ളമുറ്റിയാൽ ഒരു സ്പോഞ്ച് കൊണ്ടുവന്നാൽ അത് ആ സ്പോഞ്ച് അപ്പം ഊറ്റിയെടുക്കും. ഒരു തുള്ളി പോലും അവിടെ കാണാൻ കഴിയില്ല. ഈ പ്രായത്തിൽ കുട്ടികൾ പൂർണ്ണമായും ഉപ്പമാരെയും ഉമ്മമാരെയും അനുസരിച്ചു കൊണ്ടിരിക്കും, അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെയാണ് ആദ്യമായി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മക്കളിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് സദസ്സിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇവിടെയാണ് കുട്ടികൾ അച്ഛനമ്മമാരുടെ ഉമ്മ ഉപ്പമാരുടെ സ്വഭാവം നേരെ അനുകരിക്കുന്നൊരു പ്രായമാണ്. അവിടെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ഉമ്മ കുട്ടിയോട് പറയാതെ, നിസ്കരിക്കാൻ കൃത്യമായി നിസ്കരിക്കണമെന്ന് പറയാതെ, ഉമ്മ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നുവെങ്കിൽ, ഉമ്മ കൃത്യമായി ളുഹ നിസ്കരിക്കുന്നുവെങ്കിൽ, ഉമ്മ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ കുട്ടികൾ അത് അനുധാവനം ചെയ്യുക തന്നെ ചെയ്യും. ഞാനൊരു സംഭവം ഓർക്കുന്നു. ഒരച്ഛനും അമ്മയും കുട്ടികളുടെ കളിയിൽ കണ്ട് വീടിൻ്റെ മുകളിൽ നിന്ന് ആസ്വദിച്ച് സുഖിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പെട്ടെന്ന് കുട്ടികൾ ശക്തമായ അടിയും പിടിയും നടത്തുന്നത്. ഇത് കണ്ട രക്ഷിതാക്കൾ ഫാദറും മദറും അത്ഭുതപ്പെട്ടു. കുട്ടികളെ വിളിച്ച് ചോദിച്ചു, എന്താ കുട്ടികളെ നിങ്ങളിങ്ങനെ ചിരിച്ച് കളിച്ച് കഴിയുന്നതിനിടയിൽ പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവം മാറി, അടിപിടിക്ക് കാരണമെന്ത്? കുട്ടികൾ പറഞ്ഞത്, ഞങ്ങൾ ഫാദറെപ്പോലെ മദറെപ്പോലെ ആയതാണ്. നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യാറ്? നിങ്ങൾ എന്തൊരു സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും മടിക്ക് കൂടുന്നത് ഞങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ അങ്ങനെ തന്നെ ആയതാണ്. ഇവിടെ 6 വയസ്സ് വരെയുള്ള പ്രായങ്ങൾ കുട്ടികൾക്ക് കുല്ലു മൗലൂദിൻ യൂലദു അലാ അൽ ഫിത്ര, നല്ല പക്വതയിൽ ആ കുട്ടികൾ ഉമ്മ ഉപ്പമാരെ മാതൃകയാക്കുന്ന പക്വതയിലാണ്. അത് കഴിഞ്ഞുള്ള മധ്യകാലം 6 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സ് വരെയുള്ള പ്രായം. ഈ പ്രായത്തിലാണ് ഓർമ്മശക്തി കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് ചിന്താശക്തി വികസിച്ചു വരുന്നത്. ഈ പ്രായത്തിൽ പരിശീലനത്തിൻ്റെ സമയമാണ്. പ്രവാചക തിരുമേനി പഠിപ്പിച്ചു, മാ നഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു ഉപ്പയും ഉമ്മയും മക്കൾക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലുത് നല്ല അദബുകളാണ്. ശാസിക്കുകയല്ല വേണ്ടത്, ശിക്ഷിക്കുകയല്ല വേണ്ടത്. അവർക്ക് കാര്യകാരണങ്ങൾ സഹിതം അവർക്ക് നല്ല അദബുകൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല റൂട്ടിലൂടെ വളർത്തിക്കൊണ്ടുവന്നാൽ നല്ല വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഇതാണ് മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾ സ്നേഹവിരുന്ന് നടത്തി. ആ സ്നേഹവിരുന്നിൽ ഇവിടുത്തെ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ പൗരപ്രധാനികളും സാമൂഹ്യക്ഷേമ മേഖലയിലെ മഹൽ വ്യക്തിത്വങ്ങളും ഒരുമിച്ച് കൂടി. അവരിൽ നിന്ന് പലതായി ഞങ്ങൾ അന്വേഷിച്ചു. അവർ ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്നാമതായി തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജ്. മലപ്പുറം, പാലക്കാട് ജില്ലകൾ പലപ്പോഴും ആശ്രയിക്കുന്നത് തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജുകളെയാണ്. തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജിൽ പലപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വേണ്ടത്ര തൃപ്തികരമല്ല എന്നത്, പ്രത്യേകിച്ച് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും പൂർണ്ണ പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് ഹാർട്ട് രോഗികൾക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല. അതിനാൽ ഈ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും വേണ്ടതുണ്ട്. അൽപ്രദേശമാകുന്ന മലപ്പുറം ജില്ലയിലും
പാലക്കാട് ജില്ലയിലും മെഡിക്കൽ കോളേജ് പേരുണ്ടെങ്കിലും നാമമാത്രമായ മെഡിക്കൽ കോളേജുകളാണ്. തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജ് പൂർണ്ണാർത്ഥത്തിൽ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കണം. രണ്ടാമത്, കേരളത്തിൻ്റെ മധ്യത്തിലാണല്ലോ തൃശ്ശൂർ. അങ്ങുമിങ്ങും പോകുമ്പോൾ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായി വരുന്നുണ്ട്. ആ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണം. പലപ്പോഴും മറ്റൊരു വിഷമമാണ്, ഇവിടെ മൊബിലിറ്റി ഹബ്ബില്ലാത്തത് കൊണ്ട് 2 സ്ഥലങ്ങളിലായി തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മൊബിലിറ്റി ഹബ്ബുകൾ സ്ഥാപിക്കുക. നാലാമതായി, തീരദേശം ധാരാളം ആശ്രയിക്കുന്ന പ്രദേശമാണ്. തീരദേശത്ത് ധാരാളം കുട്ടികൾ ചെറ്റക്കുടിലുകളിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ഉന്നത കലാലയങ്ങളിൽ പോകാൻ കഴിയുന്നില്ല. ഈ തീരദേശ മേഖലകളിൽ മുസ്ലിമീങ്ങൾക്ക് അനുവദിച്ച 12% സംവരണത്തിൽ നിന്ന് ഒരു 2% സംവരണം ആരുടേതും നൽകേണ്ടതില്ല. മുസ്ലിമീങ്ങൾക്ക് അനുവദിച്ച 12% 2% ഈ തീരദേശ മേഖലയിലുള്ള നമ്മുടെ പാവപ്പെട്ട ധാരാളം മുസ്ലിം കുടുംബങ്ങൾ ഇപ്പോഴും പ്രയാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വന്യജീവികളുടെ ശല്യങ്ങൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, റെയിൽവേ ഗതാഗത രംഗത്ത് 6:45 പുറപ്പെടുന്ന കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന പാസഞ്ചർ തൃശ്ശൂർ ഷൊർണൂർ വന്ന് നിർത്തുകയാണ്. യാത്രക്കാർ വളരെ വിഷമിക്കുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ഇവിടുത്തെ മീഡിയകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇനി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരള ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഏതേത് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിക്കേണ്ടത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിക്കും. ഇൻഷാ അല്ലാഹ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വേണ്ടതുണ്ട്. ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് വന്നതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നാളെ എറണാകുളത്ത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്കാവശ്യം. നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല നല്ല ബ്രില്യൻ്റായ കുട്ടികൾ പുറം ലോകത്തേക്ക് പോകാൻ പാടില്ല. പുറം ലോകത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരണം. ഒരു കുട്ടി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ 25 കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പുറം ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നെട്ടിക്കുന്ന വാർത്തകളും കാരണങ്ങളും പരിഹാരങ്ങളും എല്ലാം ഇൻഷാ അല്ലാഹ് നാളെ എറണാകുളത്ത് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.